ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ വീഡിയോയിൽ ആമസോണിൽ എങ്ങനെ നമുക്ക് കോൾ വിളിക്കാം, അതുപോലെ തന്നെ റിട്ടേൺ ചെയ്ത പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ എടുക്കാം, അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് വന്നു, അതിൻ്റെ മെസ്സേജ് നമുക്ക് കിട്ടുന്നുണ്ടോ, അവരോട് എങ്ങനെയാണ് കോൾ വിളിച്ച് സംസാരിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളെല്ലാം എടുത്ത് റിട്ടേൺ ചെയ്ത് ആ ഒരു റിട്ടേൺ പേജിൽ നമ്മൾ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റിട്ടേൺ പേജിൽ നമ്മൾ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിന് താഴെയായിട്ട് കോളെന്നും പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ അങ്ങനെ എടുക്കാത്തത് കൊണ്ട് നിങ്ങൾ അല്ലാത്ത രീതിയിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ പേജിന് താഴെ ഹോം, വ്യൂ, മോർ, കാർട്ട്, മെനു എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ മെനു എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിൽ കൊടുക്കുമ്പോഴത്തേക്കും യുവർ ഓർഡർ, റിട്ടേൺ, റീഫണ്ട്, ആമസോൺ പേ, ട്രാൻസാക്ഷൻ, അക്കൗണ്ട് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ യുവർ ഓർഡേഴ്സ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഏതൊക്കെ ഓർഡേഴ്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളും, റിട്ടേൺ പേയ്മെൻറ്റ്സ് കൊടുക്കുമ്പോഴത്തേക്കും അങ്ങനെയുള്ള നമ്മൾ ഓർഡർ ചെയ്ത ആ പേജും വരികയാണ്. അതിൽ ഏതൊക്കെയാണ് നമ്മൾ റിട്ടേൺ, റീഫണ്ട് എല്ലാം കൊടുക്കേണ്ടത് ആ പേജ് വരണം. നമുക്ക് അതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ആമസോൺ പേ ട്രാൻസാക്ഷൻ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ എത്രയെല്ലാം പൈസ ഏതിനെല്ലാം കൊടുത്തിട്ടുണ്ട്, നമുക്ക് റീഫണ്ട് ഏതിനൊക്കെയാണ്, എത്ര രൂപയാണ് കിട്ടിയത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെസ്സേജ് അതിൽ കിട്ടുന്നില്ല. താഴെ അക്കൗണ്ട് സെറ്റിങ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് സെറ്റിങ്സിൽ വരുമ്പോഴത്തേക്കുമാണ് നമുക്ക് മെയിനായിട്ടുള്ള കാര്യം അതിലാണ് ഉള്ളത്. നമ്മൾ അക്കൗണ്ട് സെറ്റിങ്സിലേക്ക് പോകുമ്പോഴത്തേക്കും ഓർഡർ, അക്കൗണ്ട് സെറ്റിങ്സ്, അതുപോലെ തന്നെ താഴെ ഓരോ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ വരുന്നതൊക്കെയാണ് അക്കൗണ്ട് സെറ്റിങ്സിന് തന്നെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. താഴെ ആമസോൺ പേ, അതുപോലെ മെസ്സേജ് സെൻറ്റർ, പേഴ്സണലൈസേഷൻ, ആപ്പ് പ്രിഫറൻസ്, മാനേജ് യുവർ ഡേറ്റ, അങ്ങനെ അതിൽ തന്നെ കുറേ ഓപ്ഷൻസ് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് മെസ്സേജാണ് എടുത്ത് നോക്കേണ്ടത്. അപ്പോൾ മെസ്സേജ് സെൻറ്ററിൽ പോയിട്ട് യുവർ മെസ്സേജാണ് എടുക്കേണ്ടത്. മെസ്സേജ് സെൻറ്റർ എന്ന ഓപ്ഷനിൽ ഈ രണ്ടാമത്തെ യുവർ മെസ്സേജ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ എടുക്കുന്നത്. അതിലാണ് നമ്മുടെ പേയ്മെൻറ്റ് ശരിക്കും ഡീറ്റെയിൽസും നമ്മുടെ ഓർഡേഴ്സിൻ്റെ ശരിക്കും കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കിട്ടും. അത് എടുക്കുമ്പോഴത്തേക്കും ഓൾ മെസ്സേജ് കൊടുക്കണം. ഓൾ മെസ്സേജ് കൊടുത്തിട്ട് നമുക്ക് ഏതാണോ എടുക്കേണ്ടത് നമുക്ക് ആ മെസ്സേജ് എടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ ഓർഡർ ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇതിൽ വരുന്നുണ്ട്. ഇതുപോലെ പേയ്മെൻറ്റ് നമുക്ക് അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ ആ മെസ്സേജും അവർ എത്ര രൂപയാണ്, ഏത് ദിവസമാണ്, ഇന്ന ടൈമിൽ ഇട്ടിട്ടുണ്ട്, നമ്മുടെ അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ ചെയ്ത ആ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇതുപോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ നമ്മൾ അവരെ വിളിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാനുള്ളത്. ഒന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, നമ്മൾ റിട്ടേൺ ചെയ്യുന്ന ഓപ്ഷനിൽ ആ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയും കാര്യങ്ങളെല്ലാം കൊടുക്കുമ്പോൾ അതിന് താഴെ തന്നെ കോളെന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അല്ലാതെ നമ്മൾ ഈ 3 മെനു എടുക്കുമ്പോൾ ഏറ്റവും താഴെ കണ്ട് ടോക്ക് ടു അസ് എന്ന് പറഞ്ഞ് ചാറ്റ് വിത്ത് അസ്, ടോക്ക് ടു അസ്. അതിൽ നമുക്ക് ഒന്നിൽ അവരോട് മെസ്സേജ് അയച്ച് നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് പറയാം, ഇല്ലെങ്കിൽ ടോക്ക് ടു അസ് എടുക്കാം. ടോക്ക് ടു അസ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഏത് കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത് ആ പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കണം. എങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റുള്ളൂ. ആ ഓർഡർ സെലക്ട് ചെയ്ത് നമ്മൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അവരോട് സംസാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ 2 ഓപ്ഷനാണ് അവരോട് സംസാരിക്കാനായിട്ട്. 2 ലാംഗ്വേജാണുള്ളത്. ഒന്ന് ഹിന്ദിയും ഒന്ന് ഇംഗ്ലീഷും. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പോൾ പുതുതായിട്ട് ആമസോൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ പർച്ചേസ് ചെയ്യുന്നവർക്കോ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്കോ ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, ടേക്ക് കെയർ.